ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പ്രീനി ക്രിയേഷൻസ്. ഇന്ന് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ഒരു യോക്കിൽ പ്ലീറ്റ്സ് വരുന്ന ഒരു യോക്ക് പ്ലീറ്റഡ് കുർത്തിയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ തുണി എടുത്തിട്ടുള്ളത് 3 മീറ്റർ അജ്രക്ക് പ്രിൻ്റ് വരുന്ന കോട്ടൺ മെറ്റീരിയലാണ്, കാന്ത കോട്ടൺ മെറ്റീരിയലാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമ്മളിവിടെ ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും സെപ്പറേറ്റ് ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം ബാക്ക് പാർട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. ബാക്ക് പാർട്ട് കട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടി തുണി ആദ്യം ഇവിടെ രണ്ടായിട്ടൊന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ബാക്ക് പാർട്ട് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി തുണി ഞാനിവിടെ രണ്ടായിട്ട് മടക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ബാക്ക് പാർട്ട് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി തുണി ഇവിടെ ഇങ്ങനെ രണ്ടായിട്ട് മടക്കി കൊടുക്കുന്നുണ്ട്. ആദ്യം ഞാൻ ബാക്ക് പാർട്ടിന് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അതിനനുസരിച്ച് തുണിയൊന്നും ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടെ 47 ഇഞ്ചാണ് ലെങ്ത്ത് എടുത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് 47 ഇഞ്ചാണ് ഞാൻ ഇവിടെ ലെങ്ത്ത് എടുത്ത് കൊടുക്കുന്നത്. 47 ഇഞ്ച് ലെങ്ത്ത് മാർക്ക് ചെയ്ത് തുണിയൊന്നും ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി തുണീൻ്റെ വീതി, നിങ്ങൾക്ക് ഇതൊരു എലൈൻ മോഡലിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ താഴേക്ക് വീതി വേണ്ടത് അതിനനുസരിച്ച് വേണം നിങ്ങളിവിടെ തുണി മടക്കിയിട്ട് കൊടുക്കാൻ. ഞാനിപ്പോൾ അവിടെ തുണി ഒരു 18 ഇഞ്ച് വീതിയിലാണ് ഈ തുണി ഞാനിവിടെ മടക്കിയിട്ടിട്ടുള്ളത്. 18 ഇഞ്ച് വീതി വരുന്ന മാതിരിയാണ് ഇങ്ങനെ മടക്കി കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ തുണീൻ്റെ വീതി ഫുള്ളായിട്ട് എടുത്തു കൊടുക്കണമെങ്കിൽ അങ്ങനെ എടുത്തു കൊടുക്കാം. പക്ഷേ അത് ഒരുപാട് വീതി കൂടുതലായിരിക്കും തോന്നിയുകൊണ്ടാണ് ഞാൻ അത്ര തന്നെ എടുത്തു കൊടുക്കാതെ 18 ഇഞ്ച് വീതിയിൽ മടക്കിയിട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഫുള്ള് വീതി എടുക്കുകയാണെങ്കിൽ 22 ഇഞ്ച് വീതി വരുന്ന തുണിയാണിത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് സൈഡിലേക്ക് തൂങ്ങി കിടക്കുന്ന മാതിരി ഉണ്ടാവും. അതുകൊണ്ടാണ് അത്രയും വീതി വേണ്ടാന്ന് വെച്ചിട്ട് കുറച്ച് കുറവായിട്ട് 18 ഇഞ്ചിലാണ് ഞാനിത് മടക്കിയിട്ടിട്ടുള്ളത്. 18 ഇഞ്ചിലാണ് മടക്കിയിട്ടിട്ടുള്ളത്. ഇനി നമുക്ക് മെഷർമെൻ്റ് എല്ലാം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ആദ്യം തന്നെ ഷോൾഡർ ഞാനിവിടെ 6.75 ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ആം ഹോളും അതേമാതിരി 6.75 മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചെസ്റ്റിൻ്റെ അളവ് 10 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും ചേർത്ത് 11.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഈ കോർണറിൽ ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ആം ഹോൾ ഒന്ന് കർവ് ചെയ്ത് വരച്ചെടുക്കുന്നുണ്ട്. ആം ഹോൾ ഇങ്ങനെ ഒന്ന് കർവ് ചെയ്ത് വരച്ചു കൊടുത്തിട്ടുണ്ട്. അവിടുന്ന് താഴേക്ക് വേസ്റ്റിൻ്റെ ലെങ്ത്ത് 14 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. വേസ്റ്റിൻ്റെ വിഡ്ത്ത് ഞാനിവിടെ 9 ഇഞ്ച്, അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും ചേർക്കുമ്പോൾ 10.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. 10.5 ഇഞ്ച് മാർക്ക് ചെയ്തതിൻ്റെ ശേഷം ഈ 2 പോയിൻറ്റും ഇങ്ങനെയൊന്ന് ജോയിൻ ചെയ്ത് വരച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇവിടുന്ന് താഴേക്ക് തുണി നമ്മൾ എത്രയാണോ മടക്കി കൊടുത്തത് ആ വീതിക്ക് അനുസരിച്ച് താഴെ വരയ്ക്ക് ഇതൊന്നിങ്ങനെ വരച്ചെടുക്കുന്നുണ്ട്. ഈ താഴ്ഭാഗം ഒരു 2.5 ഇഞ്ച് മുകളിലേക്ക് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം ഈ താഴെ ഇവിടെ നിന്ന് ഇങ്ങനെ ഷേപ്പ് ചെയ്ത് വരച്ചെടുക്കാം. താഴ്ഭാഗം ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്ക് മാർക്ക് ചെയ്യാം. നെക്ക് ഞാനിവിടെ 3 ഇഞ്ചാണ് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. നെക്കിൻ്റെ വിഡ്ത്ത് 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബാക്ക് നെക്കിൻ്റെ ലെങ്ത്ത് ഒരു 4.5 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. ബാക്ക് നെക്കിൻ്റെ ലെങ്ത്ത് 4.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അതൊരു ബോക്സ് മാതിരി വരച്ചെടുക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്കതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയുള്ള ബാക്ക് പാർട്ടിൻ്റെ മാർക്കിങ്. ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്യാം. അപ്പോൾ അതിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അത് ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി അവിടെ തുണി രണ്ടായിട്ട് ഇങ്ങനെ മടക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം തന്നെ ഈ ഭാഗത്ത് ഒരു 6 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ഈ ഭാഗത്തായിട്ട് ഒരു 6 ഇഞ്ച് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് വയ്ക്കുന്നുണ്ട്. ഫുള്ളായിട്ട് അറ്റം വരെ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട്.
ഇപ്പോൾ അതങ്ങനെ ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. 6 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മളിത് ബാക്ക് പാർട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊന്ന് ഇതിൻ്റെ മുകളിലേക്ക് ഈ ലൈൻ വരച്ചതിൻ്റെ കറക്റ്റായിട്ട് അതിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ വെച്ച് കൊടുക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ ഈ ലൈൻ വരച്ച് അതിനോട് ചേർത്തും കൊണ്ട് നമ്മൾ ഈ കട്ട് ചെയ്തെടുത്ത ബാക്ക് പാർട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. നെക്ക് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നില്ല. നമ്മളിത് ആം ഹോള് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അതിന് ശേഷം താഴേക്കും ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കറക്റ്റ് അതാ താഴെ വരെ അങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. താഴെ നമുക്ക് ചെറിയ വിഡ്ത്ത് കുറച്ച് വ്യത്യാസം വരും. അത് കുഴപ്പമില്ല, അതങ്ങനെ തന്നെ മാർക്ക് ചെയ്തെടുത്താൽ മതി. ഇങ്ങനെയൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് എടുത്ത് മാറ്റി കൊടുക്കാം. അതിന് ശേഷം നമുക്കിത് ഫ്രണ്ടിൽ ആം ഹോള് ഒന്ന് കുഴിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ കുഴിച്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഇതൊന്നിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഇതിൻ്റെ യോക്കൊന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ക്യാൻവാസ് എടുത്തിട്ടുണ്ട്. ക്യാൻവാസിനെ രണ്ടായിട്ട് മടക്കി കൊടുത്തിട്ടുണ്ട്. ഈ ക്യാൻവാസിന് രണ്ടായിട്ട് മടക്കിയതിൻ്റെ ശേഷമുള്ള വിഡ്ത്ത് വരുന്നത് 5.5 ഇഞ്ചാണ്. 5.5 ഇഞ്ചാണ് ഞാൻ വിഡ്ത്ത് എടുത്ത് കൊടുത്തിട്ടുള്ളത്. ലെങ്ത്ത് 14 ഇഞ്ചാണ് ലെങ്ത്ത് എടുത്ത് കൊടുത്തിട്ടുള്ളത്. ഈ ക്യാൻവാസിൻ്റെ ലെങ്ത്ത് 14 ഇഞ്ചും ഇത് മടക്കിയിട്ടിട്ടുള്ള ഇതിൻ്റെ വിഡ്ത്ത് 5.5 ഇഞ്ചുമാണ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം ഈ കോർണറിൽ ഒരു 1.5 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ അങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തത്. ഇങ്ങനെ ഒരു യു ഷേപ്പിൽ ഇങ്ങനെയൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. അപ്പോൾ അതൊന്നിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഇങ്ങനെയാണ് കിട്ടുക. നമ്മൾ കട്ട് ചെയ്തെടുത്ത ക്യാൻവാസിന് കറക്റ്റ് നമ്മൾ ഈ ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ടല്ലോ, ആ ലൈനിൻ്റെ മുകളിലായിട്ട് കറക്റ്റായിട്ട് അതിൻ്റെ ലൈനിൻ്റെ മുകളിൽ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം അതൊന്നിങ്ങനെ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. കറക്റ്റ് ഈ ഷേപ്പിനൊന്നിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതങ്ങനെയൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയൊന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ മാർക്ക് ചെയ്ത ലൈന് ഇവിടെ വരെ നമ്മൾ മാർക്ക് ചെയ്തത്, ഈ ലൈന് നമ്മൾ ഇപ്പുറത്തേക്കും കൂടെ മാർക്ക് ചെയ്തെടുക്കണം. ഇതൊന്ന് ഇതുവരെയും ഇങ്ങനെയൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടുന്ന് ഇങ്ങോട്ട് നീട്ടി മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് 1 ഇഞ്ച് മാർക്ക് ചെയ്യണം. ഇങ്ങനെ അതിൻ്റെ ചുറ്റും 1 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അതൊന്നിങ്ങനെ എല്ലാം ഒന്ന് യോജിപ്പിച്ച് വരച്ചു കൊടുക്കുന്നുണ്ട്. അതെല്ലാം ഒന്നിങ്ങനെ യോജിപ്പിച്ച് വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് 1 ഇഞ്ച് മാർക്ക് ചെയ്തു. അതിന് ശേഷം നമ്മളത് ചേർത്ത് വെച്ച് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇത് ഈ ആദ്യം നമ്മൾ വരച്ച ലൈനല്ല, അതിൻ്റെ മുകളിലേക്ക് 1 ഇഞ്ച് കയറ്റി വരച്ചിട്ടുണ്ട്. ആ ലൈനിൽ കൂടെയാണ് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അതൊന്നിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ സെൻറ്ററിൽ ഒരു നോട്ട് ഇട്ട് കൊടുക്കാം. അതേമാതിരി തന്നെ ഈ 6 ഇഞ്ച് മാർക്ക് ചെയ്ത ഈ ലൈനിലും അങ്ങനെ ഒരു നോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് സ്ലീവ് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി തുണി ഇവിടെ 4ആയിട്ട് മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. സ്ലീവിൻ്റെ ലെങ്ത്ത് കൊടുത്തിട്ടുള്ളത് 13 ഇഞ്ചാണ് സ്ലീവിൻ്റെ ലെങ്ത്ത്.
വിട്ട് നമുക്കിവിടെ ഒരു 9.5 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അവിടുന്ന് താഴേക്ക് 3.5 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് വയ്ക്കുന്നുണ്ട്. 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. താഴെ ഒരു 7.5 ഇഞ്ചും ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ 2 പോയിൻറ്റും ഇങ്ങനെ യോജിപ്പിച്ച് വരച്ചു കൊടുക്കുന്നുണ്ട്. സ്ലീവ് ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നിങ്ങനെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്യാം. അപ്പോൾ അതങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സെൻറ്ററിൽ അങ്ങനെ ഒരു നോട്ട്സിട്ട് കൊടുക്കാം. നമ്മൾ കട്ട് ചെയ്തെടുത്ത് ഈ ക്യാൻവാസിന് തുണീൻ്റെ മുകളിലേക്ക് വെച്ചൊന്ന് അയൺ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ മുമ്പായിട്ട് നമുക്ക് ഈ ക്യാൻവാസിനെ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ സെൻറ്ററിൽ കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. നമ്മൾ സെൻറ്ററിൽ പോട്ട്ലി ബട്ടൺ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് രണ്ടായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ക്യാൻവാസിന് ഇങ്ങനെ രണ്ടായിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ഈ തുണിയിൽ വെച്ചിട്ട് ഇതൊന്ന് അയൺ ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ അയൺ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കിത് സെൻറ്ററിൽ കുറച്ച് ഗ്യാപ്പ് വേണം. തുണി 1 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട്, രണ്ടിൻ്റെ ഇടയിൽ 1 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് വേണം ഇതൊന്ന് അയൺ ചെയ്ത് കൊടുക്കാൻ. ഈ ക്യാൻവാസിൽ ഗ്ലൂ വരുന്ന സൈഡ് നമ്മൾ തുണിയിലേക്ക് വരുന്ന മാതിരി വെച്ചിട്ട് വേണം ഇതൊന്ന് അയൺ ചെയ്ത് കൊടുക്കാൻ. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ ഇങ്ങനെ ഗ്യാപ്പ് ഉണ്ടായിരിക്കണം. ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് ഇതൊന്ന് അയൺ ചെയ്തെടുക്കാം. ഇപ്പോൾ അതായത് ഇങ്ങനെ ഒന്ന് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സെൻറ്ററിൽ നമ്മളിത് 1 ഇഞ്ച് ഗ്യാപ്പ് കൊടുത്തിട്ടാണ് ഇതൊന്ന് അയൺ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അയൺ ചെയ്തെടുത്തതിൻ്റെ ശേഷം എക്സ്ട്രാ വന്നിട്ടുള്ള തുണിയെല്ലാം നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അതിന് ശേഷം ഇതിനെ രണ്ടായിട്ട് ഇങ്ങനെ ഒന്ന് മടക്കി വെച്ചിട്ട് നമ്മളിത് ഈ ഭാഗം ഒന്നിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ അതിങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. രണ്ടായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അതിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്കിതിങ്ങനെ പോട്ട്ലി ബട്ടൺ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് നെക്കൊന്ന് മാർക്ക് ചെയ്യണം. ഞാനിവിടെ നെക്കിൻ്റെ ലെങ്ത്ത് എടുത്ത് കൊടുക്കുന്നത് 5.5 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പും ചേർത്ത് 6 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 6 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവിടുന്ന് താഴേക്ക് വേണം നമ്മൾ പോട്ട്ലി ബട്ടൺ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. 6 ഇഞ്ച് ഇവിടെ ഇങ്ങനെ രണ്ട് ഇതിലും മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ അപ്പോൾ അതിൽ വെച്ച് തയ്ക്കാൻ വേണ്ടി ഇങ്ങനെ കുറച്ച് പോട്ട്ലി ബട്ടൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്ററിലായിട്ട് പോട്ട്ലി ബട്ടൺ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഞാനിത് അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അതിനുവേണ്ടി നമ്മൾ ക്യാൻവാസ് കഴിഞ്ഞിട്ട് ഒരു 1/2 ഇഞ്ച് ഇവിടേക്ക് തുണി ഇട്ടുണ്ടായിരുന്നു. ആ തുണി ഒന്ന് കറക്റ്റായിട്ട് ഇങ്ങനെ ഒന്ന് മടക്കി വെക്കുന്നുണ്ട്. അങ്ങനെ ഒന്ന് മടക്കി വെച്ചിട്ട് അവിടെ നിന്നൊരു ലൈൻ ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇവിടുന്ന് താഴേക്ക് ഒരു ലൈൻ ഇങ്ങനെ വരച്ചെടുക്കുന്നുണ്ട്. ഈ ലൈനിൽ വേണം നമ്മൾ പോട്ട്ലി ബട്ടൺ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. മാർക്ക് ചെയ്തിട്ട് ഈ ലൈനിലാണ് നമ്മളിതാ ബട്ടൺ വെച്ച് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ ബട്ടൺ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഈ ലൈനിൽ ഫുള്ളായിട്ട് ഇങ്ങനെ ബട്ടൺ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അടുപ്പിച്ച് വെക്കണം. ഞാൻ ഇവിടെ അടുപ്പിച്ചാണ് വെച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഗ്യാപ്പ് വിട്ട് വെക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. പോട്ട്ലി ബട്ടൺ ചെയ്യുന്ന ഒരു വീഡിയോ ഞാനിതിൽ കാണിച്ചിരുന്നു. പക്ഷേ അത് കട്ടായിപ്പോയി. ഇനി അറിയാത്തവർക്ക് വേണ്ടി ഞാനൊരു വേറൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പോട്ട്ലി ബട്ടൺ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി ഇതിൻ്റെ ഫൂട്ടൊന്ന് മാറ്റി കൊടുക്കണം. സിംഗിൾ ഫൂട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ അതിൻ്റെ ഫൂട്ട് മാറ്റിയിട്ട് സിംഗിൾ ഫൂട്ട് ഇട്ട് കൊടുക്കുകയാണ്. നമ്മളിതാ ഇവിടെ വെച്ച് സ്റ്റിച്ച് ചെയ്യാനുള്ള ഒരു ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. കറക്റ്റ് ആ ലൈനിൽ വരുന്ന മാതിരി വേണം നമ്മളിതൊന്നിങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ഭാഗത്ത് നെക്കിൻ്റെ ഭാഗം മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ താഴേക്ക് വേണം ഇത് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. നമ്മളിപ്പോൾ ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് അതിൽ കൂടുതലായിട്ടുള്ള തുണിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അടിയിലുള്ള തുണിയിൽ പെടാതെ വേണം നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കാൻ. കറക്റ്റ് അടിയിലുള്ള തുണിയിൽ പെടാതെ ബാക്കിയുള്ള തുണിയൊക്കെ കട്ട് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ അതൊക്കെ ഒന്ന് നമ്മൾ നീറ്റായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മളത് ഇപ്പുറത്തെ പീസ് ഇതൊന്ന് കറക്റ്റായിട്ട് മടക്കി കൊടുക്കുക. മടക്കി കൊടുത്തതിന് ശേഷം കറക്റ്റ് അതൊന്ന് നമ്മളിവിടെ ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടുണ്ടായിരുന്നു, അത് ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കി കൊടുത്തിട്ട് വേണം ഇതിൻ്റെ മുകളിൽ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. അങ്ങനെയൊന്ന് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമുക്കത് ഇതിൻ്റെ മുകളിൽ കൂടെ അങ്ങനെയൊന്ന് കറക്റ്റായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കറക്റ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒന്ന് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിൻ ചെയ്ത് വെച്ചിട്ടാണ് ഇത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ അത് അതിൻ്റെ മുകളിലേക്ക് ഇതിങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കറക്റ്റായിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് നെക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. നെക്ക് കട്ട് ചെയ്യാൻ വേണ്ടി കറക്റ്റ് രണ്ടായിട്ടൊന്ന് മടക്കി കൊടുത്തിട്ടുണ്ട്. ഇവിടെ നെക്കിൻ്റെ വിഡ്ത്ത് ഇവിടെ 3 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. നെക്കിൻ്റെ ലെങ്ത്ത് 5.5 ഇഞ്ച് നെക്കിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യുന്നുണ്ട്. താഴെ അതേമാതിരി 3 ഇഞ്ച് മാർക്ക് ചെയ്ത് നമുക്കിതൊരു ബോക്സ് മാതിരി വരച്ചു കൊടുക്കാം. ഇങ്ങനെ ഒന്ന് ബോക്സ് മാതിരി വരച്ചതിന് ശേഷം നെക്കൊന്നിങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നെക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതാ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വേറൊരു പീസ് തുണി എടുത്തിട്ടുണ്ട്. നമ്മളിവിടെ ലൈനിങ് യൂസ് ചെയ്തിട്ടല്ല ചെയ്യുന്നത്. ലൈനിങ് യൂസ് ചെയ്തിട്ടാണെങ്കിൽ നിങ്ങളത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ലൈനിങ് തിരിച്ചിട്ട് കൊടുത്താൽ മതി. ഇവിടെ നമ്മൾ ലൈനിങ് യൂസ് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഞാനിവിടെ വേറൊരു തുണി എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഇതൊന്നിങ്ങനെ വെച്ചിട്ട് നെക്ക് കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അതിന് ശേഷം ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് നെക്ക് ഇങ്ങനെയൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അത് നെക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് അതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഒന്നിങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അതിന് ശേഷം നെക്കിന് ചുറ്റും ചെറിയ കട്ടുകൾ ഇട്ട് കൊടുക്കാം. തയ്യലിൽ പെടാതെ അങ്ങനെ ചെറിയ കട്ടുകൾ. അതിനുശേഷം നമുക്കിത് ഈ തുണി ഉള്ളിലേക്ക് തിരിച്ചിട്ട് കൊടുക്കണം. അത് ആ തുണീനെ നമ്മൾ ഉള്ളിലേക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നെക്കൊന്ന് ഇങ്ങനെയൊന്ന് പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെയൊന്ന് പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ അത് നെക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തുണിയും ഇതും ചേർത്തിട്ട് ഫുള്ളായിട്ട് ഇങ്ങനെയൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. എന്നിട്ട് എക്സ്ട്രാ ഉള്ള തുണിയെല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. രണ്ടും കൂടെ ചേർത്ത് വെച്ച് ഈ അറ്റത്ത് കൂടെ ഇങ്ങനെയൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇങ്ങനെയൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ അത് രണ്ടും ഇങ്ങനെ ചേർത്ത് വെച്ചതൊന്ന് ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. എക്സ്ട്രാ വരുന്ന തുണിയെല്ലാം കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ അതിങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ ക്യാൻവാസ് ഒന്ന് കവർ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്യണമെന്ന് വെച്ചാൽ അതിൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പോൾ ഇനി നമ്മളെ യോക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് മാറ്റി വയ്ക്കാം. നമ്മളിപ്പോൾ ഫ്രണ്ടിലെ പീസ് എടുത്തിട്ടുണ്ട്. ആദ്യം നമ്മളിവിടെ 6 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. 6 ഇഞ്ച് മാർക്ക് ചെയ്തതിൻ്റെ ഇപ്പുറത്തേക്ക് ഒരു 3 ഇഞ്ചും കൂടെ മാർക്ക് ചെയ്യുന്നുണ്ട്. 3 ഇഞ്ചും കൂടെ ഇവിടെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ 3 ഇഞ്ചും കൂടെ. ഇവിടുന്ന് മുതലാണ് നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നത്. നമുക്കിത് ഇവിടെ മുതൽ ഇത്രയും ഭാഗമാണ് നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കേണ്ടത്. ചെറിയ ചെറിയ പ്ലീറ്റ്സ് വെച്ചിട്ട് ഇങ്ങനെയൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. നമ്മളിപ്പോൾ അതിങ്ങനെ പ്ലീറ്റ്സ് വെച്ച് ചെറിയ പ്ലീറ്റ്സ് വെച്ച് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള യോക്കൊന്ന് വെച്ച് നോക്കാം കറക്റ്റായിട്ട് നമുക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളത്.
അപ്പോൾ ഇതാ നമുക്ക് താഴെയൊക്കെ കറക്റ്റായിട്ട് തന്നെ കിട്ടുന്നത്. ഇനി നമുക്കിവിടെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഉള്ളിലേക്ക് പോകാനുണ്ട്. കറക്റ്റായിട്ട് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമുക്കിവിടെ ഒരു പൈപ്പിംഗ് വെച്ച് കൊടുക്കാനുണ്ട്. അപ്പോൾ പൈപ്പിംഗ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ ഒരു ക്രോസ് പീസ് എടുത്തിട്ടുണ്ട്. നീളത്തിലുള്ള ഒരു ക്രോസ് പീസാണ് ജോയിൻ ചെയ്തെടുത്തിട്ടുള്ളത്. അതിലേക്ക് ഉള്ളിൽ വെച്ച് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പൈപ്പിംഗ് ത്രെഡ് എടുത്തിട്ടുണ്ട്. ഇത് ഉള്ളിൽ വെച്ചിട്ട് ഇതൊന്നിങ്ങനെ വെച്ച് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. സിംഗിൾ ഫൂട്ട് ഇട്ടിട്ട് വേണം അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. ഇതൊന്നുള്ളിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ പൈപ്പിംഗ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫ്രണ്ടിലെ പാർട്ട് എടുത്തിട്ടുണ്ട്. ആ ഭാഗത്ത് ഈ ഭാഗത്തായിട്ട് നമ്മളിതാ ഇവിടുന്ന് ഫുള്ളായിട്ട് ഇതൊന്ന് ഒരു 1/2 ഇഞ്ചിൽ 1/2 ഇഞ്ച് തയ്യൽ തുമ്പിൽ ഇതൊന്നിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചുറ്റും നമുക്ക് ചെറിയ കട്ടുകൾ ഇട്ട് കൊടുക്കാം. അടുത്തായിട്ട് നമ്മളിതാ യോക്ക് എടുത്തിട്ടുണ്ട്. നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള യോക്ക് എടുത്തിട്ടുണ്ട്. അതിനെ ഇതിൻ്റെ താഴേക്ക് വെച്ച് കൊടുത്തിട്ട് കറക്റ്റായിട്ട് ഇതൊന്നിങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം ഇതൊന്നിങ്ങനെ മടക്കി വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. കറക്റ്റ് അതൊന്നിങ്ങനെ മടക്കി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇതൊന്ന് പിൻ ചെയ്ത് വെച്ചിട്ട് വേണം നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. കറക്റ്റ് അളവുകളെല്ലാം ഒരേമാതിരി കിട്ടണം നമുക്ക്. അതുകൊണ്ട് തന്നെ അതൊന്ന് പിൻ ചെയ്ത് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ അത് കറക്റ്റ് അങ്ങനെയൊന്ന് വെച്ച് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫുള്ളായിട്ട് ഇതൊന്ന് പിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതാ ഇതിൻ്റെ ഈ അരിക്ക് കൂടെ ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഫുള്ളായിട്ട് നമ്മൾ ഈ പൈപ്പിംഗ് വെച്ചതിൻ്റെ തൊട്ടടുത്ത് കൂടെ പൈപ്പിങ്ങിനോട് ചേർന്ന് വരുന്ന മാതിരി വേണം നമ്മളിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ഇപ്പോൾ അത് കറക്റ്റായിട്ട് ഇതൊന്നിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡ് നമുക്ക് കറക്റ്റ് അങ്ങനെയാണ് കിട്ടുക. അപ്പോൾ അതാ നമ്മളെ യോക്ക് പോർഷൻ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ബാക്ക് പാർട്ടിൻ്റെ നെക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ അത് ബാക്കിലെ നെക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെയാണ് നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊന്നിങ്ങനെ വെച്ചിട്ട് നെക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഒരു 1/4 ഇഞ്ച് വിട്ട് നെക്കൊന്ന് സ്റ്റിച്ച് ചെയ്യുക. അതിന് ശേഷം അത് ഉള്ളോട്ട് വെച്ചിട്ട് വീണ്ടും ഒന്നും കൂടെ ഫുള്ളായിട്ടുള്ളിലേക്ക് മടക്കി കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇപ്പോൾ അത് ബാക്ക് നെക്ക് ഇങ്ങനെയൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം അതിൻ്റെ ചുറ്റും ചെറിയ കട്ടുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്തതിന് ശേഷം നെക്ക് അപ്പുറത്തേക്ക് ഇട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ആദ്യം ഒന്ന് ഷോൾഡർ ഇങ്ങനെയൊന്ന് വെച്ചിട്ട് ഈ നമ്മൾ ഈ വെച്ച് സ്റ്റിച്ച് ചെയ്ത പീസിൻ്റെ ഉള്ളിലേക്ക് വേണം വെച്ച് കൊടുക്കാൻ. ഇങ്ങനെയൊന്ന് വെച്ചിട്ട് ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കാം. അതേമാതിരി തന്നെ ഇപ്പുറത്തെ ഷോൾഡർ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെയൊന്ന് വെച്ച് കൊടുത്തിട്ട് ഈ ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ബാക്കിലെ നെക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബാക്കിലെ നെക്കും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് സ്ലീവാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അത് സ്ലീവ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഞാൻ സ്ലീവിൻ്റെ താഴെ മടക്കി തയ്ച്ചിട്ട് സ്ലീവിലും ചെറിയൊരു പൈപ്പിംഗ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. 2 സ്ലീവിലും.
ഇങ്ങനൊരു പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമ്മളിപ്പോൾ അവിടെ സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. 2 സ്ലീവ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. അതിന് ശേഷം സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. താഴെ രണ്ടായിട്ടൊന്ന് മടക്കി ഇങ്ങനെ തയ്ച്ച് കൊടുത്തിട്ടുണ്ട്. അത്രയേ ഉള്ളൂ, നമ്മുടെ കുർത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. യോക്ക് ഈ പ്ലീറ്റ്സ് നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുത്താൽ നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് നിൽക്കും. ഇത് ഞാൻ ഇപ്പോൾ ഇവിടെ അയൺ ചെയ്ത് കൊടുത്തിട്ടില്ല. അയൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല നീറ്റായിട്ട് തന്നെ കിട്ടും. യോക്ക് പ്ലീറ്റഡ് കുർത്തി നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട്. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.